ഹായ് ഫ്രണ്ട്സ്, എൽദോസ് കാരാമൽ. ഒരു വിവാദമായ ഒരു വാർത്തയുമായാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂട്ടാൻ വാഹന തട്ടിപ്പ്. ഇതിനു മുമ്പ് മലയാളി കെട്ടിക്കുന്ന ഭൂട്ടാൻ ലോട്ടറി എന്നാണെങ്കിൽ ഒരു വിവാദമായ വാർത്തയാണ് 3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന. ഭൂട്ടാനിൽ നിന്നും ഹിമാചൽ പ്രദേശത്ത് വഴി വാഹനങ്ങൾ ഇന്ത്യയിലെത്തി കള്ള RC ബുക്ക് ഉണ്ടാക്കി ഇന്ത്യയുടെ നാനാഭാഗത്തും വണ്ടികൾ വിറ്റിരിക്കുകയാണ്. ഈ വിഷയം ചെന്നെത്തുന്നത് പരിവാഹൻ സൈറ്റിൽ കൃത്രിമം കാണിക്കാൻ പറ്റുമോ? നമ്മുടെ വാഹനങ്ങളിലെ ഓൺലൈൻ സർവീസ് സൈറ്റായ പരിവാഹൻ സൈറ്റ്, ഗവൺമെന്റ് സൈറ്റാണ്. പരിവാഹൻ സൈറ്റിൽ കൃത്രിമം കാണിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. ആധാർ കാർഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2010 കാലഘട്ടത്തിലാണ്. ഗ്രാമങ്ങളിൽ അത് എത്തിയത് 2013 കാലഘട്ടം ആയപ്പോഴാണ് എല്ലാ ഗ്രാമങ്ങളിലും ആധാർ കാർഡ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയത്. 2013 കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വാഹനം ഉണ്ടെങ്കിൽ ഈ നാളിതുവരെ ആ വാഹനത്തിന്റെ RC ബുക്ക് സൈറ്റിൽ നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആർടി ഓഫീസുകളിൽ നിന്ന് പലതവണ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വാഹനത്തിന്റെ സൈറ്റിൽ നിങ്ങൾ ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും തട്ടിപ്പിനിരയാവാം. 3 പരിശോധിക്കാം. നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് ഒന്ന് പോകാം. നമ്മൾ പരിവാഹൻ സൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അപകടം വരാനുള്ള സാധ്യതയിലേക്ക് ഞാൻ വരികയാണ്. ഇതിൽ നമ്മുടെ വാഹനത്തിന്റെ എല്ലാ സർവീസും നടക്കുന്ന സൈറ്റാണ്. നമ്മുടെ വാഹനത്തിന്റെ RC ബുക്കിന്റെ കോപ്പി നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് കൺസൾട്ടൻസി ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം. ആ ഏജൻസിയിൽ എന്തെങ്കിലും കൃത്രിമം നടക്കുന്നവരുണ്ടെങ്കിൽ ആ കണക്റ്റിംഗ് വടക്കേണ്ടൂരെ നീളുമെന്ന് പറയാൻ കാരണം ഇവിടുത്തെ പല ആളുകളും പല ഏജൻസിയും ഡൽഹി ബേസ് ചെയ്ത് വണ്ടി എടുക്കുന്നു, ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ ഇത് നമ്മുടെ RC ബുക്കിന്റെ കോപ്പി വടക്കേന്ത്യ ലോബിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പേര് വെച്ച് ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെ അവർ ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിത്ത് മൊബൈൽ നമ്പർ ആ ആധാർ കാർഡ് വെച്ച് ഇവർക്ക് നമ്മുടെ വാഹനത്തിന്റെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. നിലവിൽ നമ്മുടെ വാഹനത്തിൽ മൊബൈൽ അപ്ഡേഷൻ നടന്നിട്ടുണ്ടായില്ലെങ്കിൽ നിഷ്പ്രയാസം അവർക്കത് സാധിക്കും. അങ്ങനെ അവർ ഈ സൈറ്റ് ഓപ്പൺ ആക്കി വണ്ടിയുടെ നമ്പറും ചേസ് നമ്പറും 5 അക്കം, അവസാനത്തെ 5 അക്കം കൊടുത്തുകൊണ്ട് ഈ വാഹനത്തിന്റെ സൈറ്റ് ഓപ്പൺ ആക്കി അവർക്ക് ഈ ഫേസ്ലെസ് ഓപ്ഷൻ വഴി, അതാണ് ഏറ്റവും അപകടകരമായ ഒരു സർവീസ്. നാളിതുവരെ ആർടി ഓഫീസുകളിൽ നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ട സർവീസുകൾ അവസാനം നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യണം. ഫയൽ പ്രോസസ്സിംഗ് നമ്മുടെ വാഹനത്തിന്റെ ആർടി ഓഫീസിലായിരുന്നു. നമ്മുടെ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന ആർടി ഓഫീസിലാണ് അതിന്റെ ഫൈനൽ പ്രോസസ്സ് നടന്നിരുന്നുവെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹിയറിംഗിന് വിളിക്കാമായിരുന്നു. അങ്ങനെ സർവീസുകളായിരുന്നു ഇതുവരെ നടന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സർവീസ് പറഞ്ഞാൽ ഫേസ്ലെസ് ഓപ്ഷൻ. ഈ ഫേസ്ലെസ് ഓപ്ഷൻ ഒരു അപകടമുണ്ട്. ഇത് ഓൺലൈൻ പ്രോസസ്സാണ്, ഓൺലി ഓൺലൈൻ പ്രോസസ്സാണ്. ആധാറിലൂടെ OTP വരുത്തി ആ OTPയിലൂടെ സൈറ്റിൽ കയറി ആ സൈറ്റിൽ പ്രോസസ്സ് നടന്ന് അതിന്റെ റിപ്പോർട്ട് പോകുന്നത് കേരളത്തിന്റെ ആ സമയത്ത് വർക്ക് കുറവുള്ള RT ഓഫീസർ, SRT ഓഫീസർ, ആ ഓഫീസിലേക്ക് കൺവേർട്ട് ആവും. ഈ ഫയല് നമ്മുടെ മോറ്റർ RT ഓഫീസിന്റെ കീഴിൽ കിടക്കുന്ന ഫയല് നമ്മൾ ഇവിടെ ഒരു ഓണർഷിപ്പ് ചേഞ്ച് നടത്തുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ പ്രോസസ്സ് നടക്കുന്നത് ചിലപ്പോൾ വയനാട് RT ഓഫീസിലായിരിക്കും. കാരണം ആ സൈറ്റില് ആ സമയത്ത് ഏത് RT ഓഫീസ്, SRT ഓഫീസിലാണ് വർക്ക് കുറവ് അങ്ങോട്ട് ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്യും. അവിടെയാണ് പ്രോസസ്സ് നടക്കുന്നത്. അതും സുതാര്യമാണ്, വേറെ ഒരു ഹിയറിങ്ങോ ഒന്നുമില്ല. അപ്പൊ ആ വഴി ഞാൻ പറഞ്ഞ ഈ മൊബൈൽ അപ്ഡേഷൻ നിഷ്പ്രയാസം നടക്കും. അങ്ങനെ നടക്കുന്ന മൊബൈൽ അപ്ഡേഷൻ വഴി നമ്മുടെ വാഹനത്തിന്റെ OTP കള്ള ആധാർ ഉണ്ടാക്കി അവന്റെ ചെന്നു. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അങ്ങനെ നമ്മുടെ RC ബുക്കിൽ അവരുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് പ്രോസസ്സ് കഴിഞ്ഞ ഒരു വണ്ടിയുടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, സെല്ലർ ഓപ്ഷൻ, ഈ ഓപ്ഷനിൽ ഞെക്കി ഇതൊക്കെ ഓൺലൈൻ ഫേസ്ലെസ് ഓപ്ഷൻ ആട്ടോ, പ്രോസസ് ആട്ടോ. ഇതുണ്ടോ, വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുത്ത് ചേസ് നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അടുത്തൊരു ആധാർ OTP ഓപ്ഷൻ വരും. ആ ആധാർ OTP ഓപ്ഷൻ അടിച്ചു കൊടുക്കുമ്പോൾ വണ്ടിയുടെ ഓണർഷിപ്പ് ചേഞ്ചിന്റെ ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ആവും. ആ ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ആയി പ്രോസസ്സ് ഡീറ്റെയിൽ അടിച്ചു കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരും. ആ ആപ്ലിക്കേഷൻ നമ്പർ നെക്സ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സെല്ലറിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ എടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓണർഷിപ്പിൽ ബയ്യർ ഓപ്ഷൻ ആണ്. ഈ ബയ്യർ ഓപ്ഷൻ നമ്മൾ
ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ടിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് കൊടുത്തുകൊണ്ട് ആ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ അടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോയി പുതിയ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് അവരെ ഡീറ്റെയിൽ അടിച്ചു കൊടുത്ത് അതിന്റെ ഫീസും അടച്ച് ആ RC ബുക്ക് അവരുടെ പേരിലേക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം. അപ്പൊ പരിവാഹൻ സൈറ്റിൽ കൃത്രിമം നടക്കുമോ ഇല്ലയോ, അതാണ് ചോദ്യം. നടക്കുമോ നടക്കാതിരിക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാഹനത്തിൽ ആധാർ കാർഡ്, അപ്ഡേറ്റ് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കുക. വാഹന സംബന്ധമായ സർവീസുകൾ, ടാക്സ് അടയ്ക്കുന്നതായിരിക്കാം, ഇൻഷുറൻസ് അടയ്ക്കുന്നതായിരിക്കാം, വാഹന വിൽപ്പന നടത്തുന്നതായിരിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ലോൺ ക്ലോസ് ചെയ്യുന്ന സർവീസുകൾ, നിങ്ങളുടെ ലൈസൻസുകൾ പുതുക്കുന്ന സർവീസുകൾ എന്നിവയ്ക്ക് സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ അറിവുകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. നിർത്തുന്നു. എൽദോസ് കാരാമൽ.